തിരുവനന്തപുരത്ത് ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ആ ചൂട് രാഷ്ട്രീയ ചൂടാണ്. ആരാകും തിരുവനന്തപുരത്തിന്റെ മേയർ? പുതിയ മേയർ ആരാകും? നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ BJP വിജയികളായ VV രാജേഷോ ശ്രീലേഖ IPS ഒക്കെ ആണ് മേയർ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതൽ. അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്ന് അവരുടെ സ്ഥാനാരോഹണ ചടങ്ങിന് മുഖ്യ നേതൃത്വം വഹിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ സ്വപ്നം മാത്രമാകില്ലേ അത്? അല്ലെങ്കിൽ മലർപ്പൊടിക്കാരന്റെ കയ്യിൽ അയാളുടെ സ്വപ്നം എന്ന് നമ്മൾ ഉപമയും ശൈലിയായും പറയുന്നത് പോലെ വെറും സ്വപ്നം മാത്രം ആകില്ലേ അത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതൊരു സ്വപ്നമായി അവശേഷിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. തിരുവനന്തപുരത്ത് ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ഈ ധനു മാസത്തിലും അവിടെ തണുപ്പിന്റെ അംശമൊന്നുമില്ല. രാഷ്ട്രീയ മേഖലകളിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളറകളിൽ ഒക്കെ ചുട്ടുപൊള്ളുന്ന ചൂടാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന ഒരു സ്വതന്ത്രൻ അവിടെ മിന്നുന്ന വിജയം കരസ്ഥമാക്കി. രാധാകൃഷ്ണൻ ആർക്കൊപ്പം നിൽക്കും, ഏത് മുന്നണിക്കൊപ്പം നിൽക്കും, അവർക്ക് മേയറെ കിട്ടും എന്നാണ് അവസ്ഥ. രാധാകൃഷ്ണന് ഒരു രാഷ്ട്രീയമുണ്ട്. അത് സ്വതന്ത്ര വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ അംഗമാണ്. കഴിഞ്ഞ 2 ഭരണസമിതികളിൽ ശ്രീ രാധാകൃഷ്ണനൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ, അതായത് മാനേജിംഗ് കമ്മിറ്റി അംഗമായി ഞാൻ ഉണ്ടായിരുന്നു. ഒരു തവണ ശ്രീ രാധാകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നു, മറ്റൊരു തവണ അദ്ദേഹം പ്രസിഡന്റുമായിരുന്നു. ഇത്രയധികം ദീർഘവീക്ഷണത്തോടെ ക്ലബ്ബ് അംഗങ്ങളെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ ക്ഷേമ കാര്യങ്ങളിൽ ഇടപെട്ട ഒരു മനുഷ്യസ്നേഹിയായ അമരക്കാരൻ തിരുവനന്തപുരം പ്രസ് ക്ലബിന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇപ്പോ പിന്നീട് വന്ന ആളുകൾ ആ നന്മ തുടരുന്നുണ്ട്. രാധാകൃഷ്ണനെതിരെ കരുതേച്ച ആരോപണങ്ങളുമായി ധാരാളം ആളുകൾ എത്തിയിരുന്നു. ആ ആരോപണങ്ങളൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഏറ്റവും അധികം ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ട് ചെയ്ത് രാധാകൃഷ്ണൻ 7 വർഷത്തോളം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ അമരക്കാരനായി തുടർന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, രാധാകൃഷ്ണൻ എല്ലാ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ ബദ്ധശ്രദ്ധനാണ്. സ്വന്തം ആരോഗ്യം നോക്കാറില്ല. സ്വന്തം കുടുംബത്തിലെ ആർക്കെങ്കിലും വയ്യായിക ഉണ്ടായാൽ അത് ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നോക്കും. പക്ഷേ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്ന പച്ചയായ മനുഷ്യസ്നേഹിയാണ്, മനുഷ്യനാണ് ശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ആ മനുഷ്യസ്നേഹവും പച്ചയായ മനുഷ്യനുമായതുകൊണ്ട് ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ആ മനുഷ്യത്വപരമായ ഇടപെടലുകളൊക്കെ ചില ആളുകൾ ചില തരത്തിൽ വ്യാഖ്യാനിച്ച് അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല. രംഗത്ത് എത്തിയിരുന്നു. അതൊന്നും കാര്യമാക്കാൻ അദ്ദേഹം കണ്ണമ്മൂല സ്വതന്ത്രനായി മത്സരിച്ചു. അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അദ്ദേഹം വിജയിച്ചു. ഇടത് വലത് മുന്നണികളെയും BJP സഖ്യത്തെയും പടലം തുടച്ച് ദൂരെ എറിഞ്ഞിട്ടാണ് രാധാകൃഷ്ണനെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. ഇനിയും ഒരു 390ഓളം വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. ഈ 90 വോട്ടുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ കേരള ചരിത്രത്തിൽ നിന്നുള്ള ഒരു സ്വതന്ത്രനെതിരെ അപരന്മാർ നിന്ന ചരിത്രമില്ല. പക്ഷേ കണ്ണമ്മൂല വാർഡിൽ അപരന്മാർ രാധാകൃഷ്ണന്മാർ കുറെ പേരുണ്ടായിരുന്നു. ഏകദേശം 4ഓളം പേര് രാധാകൃഷ്ണൻ. ഈ 4 പേര് കൂടി പിടിച്ച വോട്ടുകൾ 90. പിന്നെ ഒരു 300 പേര് വോട്ട് ചെയ്യാൻ പോയില്ല. അത് രാധാകൃഷ്ണൻ ഉറച്ച വോട്ടുകളായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടി ബലമോ മറ്റേ പിന്തുണയോ ഒന്നുമില്ല. അദ്ദേഹത്തിന് വേണ്ടി വീട് വിടാന്തരം കയറി ഇറങ്ങി നിങ്ങൾ വോട്ട് ചെയ്തോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ 300 വോട്ടുകളും പോൾ ചെയ്യപ്പെടാതെ പോയി. അദ്ദേഹത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയി. അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ ജയിച്ചേനെ. അതും ഒക്കെ നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ. ഞാൻ ഈ പറയാൻ വരുന്നത്, രാധാകൃഷ്ണൻ മന്ത്രി V ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ UDF-ലെ ചില നേതാക്കളും അദ്ദേഹവുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരു വലിയ മഹാസഖ്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒക്കെ നേതൃത്വം കൊടുക്കുന്ന വലിയ മഹാസഖ്യം. അതിന്റെ പേര് ഇന്ത്യ മുന്നണി എന്നാണ്. ഈ മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ഈ ത്രിതല പഞ്ചായത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആ മുന്നണി ശക്തമാവുകയാണെങ്കിൽ രാധാകൃഷ്ണൻ മേയറാകും. ഇടത് വലതു മുന്നണികൾ രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണം. തീർച്ചയായും തലസ്ഥാനത്ത് കാവിക്കൊടി പാറാനും താമര വിരിയിക്കാനും അവസരം കൊടുത്തത് ഇടത് വലത് മുന്നണികളുടെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന്
പൊതുവെ ട്രോളുകളും ധാരാളം വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ട്രോൾ പെരുമഴയാണ്. പല വാർഡുകളും ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ടു പോയി. അവിടെയൊക്കെ BJP കുതിച്ചു കയറി, അല്ലെങ്കിൽ UDF കുതിച്ചു കയറി. UDFന് 10 സീറ്റുകൾ കൂടുതൽ ലഭിച്ചു. CPM-ഉം ഇടതുമുന്നണിയും കൂടി ചേർന്ന് നിന്ന്, CPM-ഉം അതുപോലെ തന്നെ UDF-ഉം ഇടതുമുന്നണിയും UDF-ഉം കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കാനുള്ള സീറ്റുകൾ 48ആണ്. 2 സ്വതന്ത്രന്മാരുണ്ട്, മാറ്റൂർ രാധാകൃഷ്ണനുണ്ട്, മറ്റൊരു വ്യക്തിയുമുണ്ട്. അദ്ദേഹം അങ്ങനെ രംഗത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം കൂടി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു വലിയ മഹാരാഷ്ട്രീയ സംഭവം തന്നെ നടക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയ ആഘോഷ ദിനം തന്നെ രാധാകൃഷ്ണൻ സ്റ്റാർ ആണ് എന്ന് പറഞ്ഞ് നമ്മുടെ വാർത്ത ചെയ്തത്. എനിക്കിത് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. 21-ാം തീയതിയാണ്, അതിന് 2 ദിവസം കൂടിയുള്ളൂ. 21-ാം തീയതിയാണ് കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അതിനുശേഷമാണ് മേയർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. ഇപ്പോ 21-ാം തീയതി കൗൺസിലർമാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടുത്തത് മേയർ തെരഞ്ഞെടുപ്പാണ്, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ്. അപ്പോ ശ്രീ രാധാകൃഷ്ണൻ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെന്നിരിക്കട്ടെ, ഈ മുന്നണികൾ രാധാകൃഷ്ണന് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തിട്ട് താമര പാർട്ടിയെ അവിടെ താമര വിരിയിക്കാൻ അവസരം കൊടുക്കരുത്. അതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും തലസ്ഥാനത്തെ ആഗ്രഹം. ഒരു വർഗീയ ശക്തി തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുന്നതിനോട് തിരുവനന്തപുരത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇഷ്ടമില്ല. ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ BJP-യെ പല ആളുകളും കണ്ടിട്ടുമില്ല. പക്ഷേ വലതുമുന്നണിക്ക് രാഷ്ട്രീയ സ്വീകാര്യതയും അതുപോലെ തന്നെ സാമുദായിക സ്വീകാര്യതയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ തിരുവനന്തപുരത്ത് അത് വ്യക്തമായി പ്രതിഫലിച്ചില്ല. ഇടതുമുന്നണിക്കും ആ സ്വീകാര്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ മുൻ മേയർക്കെതിരെയുള്ള ചില ആരോപണങ്ങളും ഒക്കെ വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കാം. ആ വോട്ട് ഇടതുമുന്നണിക്ക് കിട്ടിയില്ല. പകരം വോട്ട് കിട്ടിയത് ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ്. അവരാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. അപ്പോ ആ സഖ്യത്തെ അട്ടിമറിക്കണമെങ്കിൽ, സഖ്യത്തിന്റെ ഭരണം പോകാതിരിക്കണമെങ്കിൽ ഈ സ്വതന്ത്രനെ ഈ 2 മുന്നണികളും, ഇടതുമുന്നണിയും വലതുമുന്നണിയും പിന്തുണയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ശക്തമായ ഒരു പോരാട്ടം ഉണ്ടാകും. അത് എക്കാലത്തും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുത്തൻ ഏട് തന്നെയായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇമാതിരിയുള്ള ലയനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു യോജിപ്പ് നിർണായക ഘടകമാകും കേരളത്തിൽ. അതിന് തർക്കമില്ല. കാരണം BJP പല മണ്ഡലങ്ങളിലും അവരുടെ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് വരികയാണ്. മറ്റ് സ്റ്റേറ്റുകളെ പോലെ തന്നെ കേരളവും അങ്ങനെ ചർച്ച ചെയ്യേണ്ട അവസരം വന്ന് ചേർന്നിരിക്കുന്നു. ഏതായാലും രാധാകൃഷ്ണൻ തന്നെയാണ് തലസ്ഥാനത്തെ സ്റ്റാർ. തലസ്ഥാനത്തെ ചൂട് മറ്റൊന്നുമല്ല. ഇത് എങ്ങനെ BJP അധികാരത്തിൽ വരുന്നത് തടയാനാകുമെന്ന ആലോചന, 2 രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന ആലോചന. രാധാകൃഷ്ണന് ഇക്കാര്യത്തിൽ യാതൊരു പ്രതിഷേധമോ പ്രതിസന്ധിയോ ആരോടും പ്രത്യേകിച്ച് മമതയോ ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. ആര് പിന്തുണച്ചാലും തന്റെ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് തന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. 21-ാം തീയതി കഴിയട്ടെ. രാധാകൃഷ്ണൻ മേയറാകുമോ അതോ BJP മേയർ പദം കൊണ്ടുപോകുമോ?